സുബഹിന്റെ സമയം ഒരു വല്ലാത്തൊരു ബറക്കത്താകപ്പെട്ട സമയമാണ്. സുബഹിക്ക് എണീക്കുന്ന വീടുകളിൽ ബറക്കത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സുബഹി നിസ്കരിക്കാത്ത വീടുകളിൽ, സുബഹിക്ക് എണീക്കാത്ത വീടുകളിൽ ഒരിക്കലും അവർ ഏത് ആലിമിനോട് രഹസ്യങ്ങൾ ചോദിച്ചാലും, ഏത് തങ്ങളോട് രഹസ്യങ്ങൾ ചോദിച്ചാലും ആ കുടുംബത്തിൽ ബറക്കത്ത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഫജ്റിന്റെ സമയം തന്നെയാണ് സത്യം, സുബഹിന്റെ സമയം തന്നെയാണ് സത്യം. അതുകൊണ്ട് ഉമ്മമാരെ, എവിടെ പോയിട്ടും രക്ഷയില്ല, ഏത് മജ്‌ലിസിന് ഓടിയിട്ടും രക്ഷയില്ല, ഏത് സ്വലാത്തിന്റെ മജ്‌ലിസിൽ പോയിട്ടും കാര്യമില്ല, ഏത് ഓൺലൈൻ ക്ലാസിന്റെ മുമ്പിൽ ഇരുന്നിട്ടും നിനക്ക് രക്ഷയില്ല. ഫജ്റിന്റെ സമയം നിനക്ക് എണീക്കാൻ സാധിച്ചെങ്കിൽ നീ പേടിക്കുകയും വേണ്ട. ആ ഫജ്ർ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് നീ ആരംഭിക്കുന്ന കച്ചവടമാവട്ടെ, അല്ലെങ്കിൽ യാത്രകളാവട്ടെ, അതിൽ വല്ലാത്തൊരു ബറക്കത്ത് നീ കൊടുക്കണേ നാഥ എന്റെ സമുദായത്തിന് എന്ന് ഖൽബ് തട്ടി പ്രാർത്ഥിച്ച ആളല്ലേ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്പർ 1, ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒന്നാമത്തെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ വെച്ചോളൂ. ഒരു രക്ഷയുമില്ല. നിങ്ങൾ ഇന്ന് തലകുത്തി പറഞ്ഞാലും, നിങ്ങൾ ദുനിയാവുകളും മുഴുവൻ സ്വത്ത് ചെയ്താലും, ഈ ഫജ്റിന്റെ സമയം നിങ്ങൾ വീട്ടുകളിൽ സുബഹി നിസ്കാര സമയം എണീച്ചുകൊണ്ട് സുബഹി നിസ്കരിക്കുന്നവരല്ലെങ്കിൽ നിങ്ങളുടെ വീട് നാശത്തിന്റെ കുഴി തോണ്ടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു അവന്റെ ഹബീബുമാണ് നമ്മളെ പഠിപ്പിച്ചത്. വിശദീകരിക്കാൻ സമയമില്ല. അതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഇമാമിയങ്ങൾ ധാരാളം എഴുതി വെച്ചതിന്റെ എസൻസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 10 രാത്രികൾ. ആ 10 രാത്രികളിൽ 10ാമത്തെ രാത്രിക്ക് വല്ലാത്ത പൂരിശയാണ്. അത് പെരുന്നാളിന്റെ രാത്രിയാണ്, നമുക്കറിയാം. എന്നാൽ അറഫയെ കുറിച്ച് കൊണ്ട് വേറെ ഒരു സല്ലല്ലാഹു പറഞ്ഞിട്ടില്ലേ, വശാഹിദിൻ മസ്ബൂദ്. അറഫ ദിവസം തന്നെയാണ് സത്യം. അത് വേറെ മറ്റു സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറഫ, നമ്മുടെ മനസ്സൊക്കെ അറഫയിലേക്ക് പോകട്ടെ. ദുനിയാവ് മറന്നു, കുടുംബങ്ങളെ മറന്നു, ഭർത്താവിനെ മറന്നു, ഭാര്യയെ മറന്നു, ബിസിനസ് മറന്നു, സകലവും മറന്നു. ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. എല്ലാം മറന്നു, ദുനിയാവേ മറന്നു. 20 ലക്ഷത്തിലേറെ വിശ്വാസികൾ ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരേ നെയ്യത്തിൽ മിനയിൽ നിന്ന് അറഫ മണ്ണിലേക്ക് ഒഴുകി. എല്ലാവരും അറഫയിൽ നിന്നു, എല്ലാവരും റെഡിയാണ്. എന്തിന്? അവരുടെ നാഥന്റെ മുന്നിൽ, ആ നാഥന്റെ സലീലിന്റെ വിളി കേട്ടുകൊണ്ട് അവിടെ എത്തിയതിന്റെ പേരിൽ പടച്ചവൻ നൽകിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ആസ്വദിക്കാൻ, പടച്ചവൻ നൽകിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളും മുഹൂർത്തങ്ങളും ആസ്വദിക്കാൻ ഈ പരിശുദ്ധമായ മണ്ണിൽ വെച്ചുകൊണ്ട് ആ പരിശുദ്ധി കുറഞ്ഞ സമയം മാത്രം. എന്തേ കാരണം എന്നറിയുമോ? പരിശുദ്ധമായ റബ്ബിന്റെ റഹ്മത്തിന്റെ ആ ഒരു ഫോക്കസിലെ, ക്യാമറയുടെ ഫോക്കസ്, റഹ്മത്താകുന്ന കാരുണ്യകരനായ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ആ ഒരു കേന്ദ്ര ബിന്ദു ഉണ്ടല്ലോ, അത് പരിശുദ്ധമായ കഅബയിലേക്കാണ് പടച്ചവൻ തിരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അറഫ മണ്ണിൽ ഹജ്ജാജിമാർ നിൽക്കുന്ന സമയം റഹ്മത്തിന്റെ ആ ഫോക്കസ് അത് തിരിച്ചു വെച്ചിരിക്കുന്നത്, ആ ക്യാമറയുടെ ബിന്ദുവിനെ തിരിച്ചു വെച്ചിരിക്കുന്നത് അറഫ മണ്ണിലേക്കാണ്. പരിശുദ്ധമായ ഹറം കാലിയാണ്,
കഅബ ശരീഫിന്റെ പരിസരം കാലിയാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാൽ മാത്രം ആ പരിശുദ്ധമായ ഹറമും കഅബയും അവര് ധന്യമാണ്. ഈ സമയം എല്ലാവരും അറഫ മണ്ണിലാണ്. അവരുടെ എല്ലാം തുറന്നു വെക്കാൻ കിട്ടിയ ഏറ്റവും നല്ല സമയവും നല്ല സ്ഥലവും ആരും മറക്കില്ല. ആരും മഹ്ശറ മറക്കില്ല. ആരും റബ്ബിനെ മറക്കില്ല. ആരും അല്ലാഹുവിന്റെ അദാബുകളെ മറക്കില്ല. അല്ലാഹുവിന്റെ നരകം മറക്കില്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗം മറക്കില്ല. ഒന്നും മറവില്ല. എല്ലാം മനസ്സിൽ നിറഞ്ഞിങ്ങനെ കിടക്കാണ്. ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങളിൽ വീണ കറുകറുത്ത പാടുകളും പുള്ളികളും ഒരുപാട് കറുത്തപ്പെടുന്ന ജീവിതങ്ങളും ഒരുപാട് കറകളും മാലിന്യങ്ങളും നിറഞ്ഞ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഓർമ്മ പുസ്തകം അവിടെ വെച്ചുകൊണ്ട് അവരെ തുറക്കുകയാണ്. എന്നിട്ട് നാഥനോട് അവരെ പൊട്ടി കരയുകയാണ്. അറിയാതെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് താടി രോമങ്ങളിലൂടെ അവർക്കുള്ള മാരണത്തിലൂടെ കവിഠനത്തിലൂടെ ഒഴുകി പോകുന്ന വല്ലാത്ത നിമിഷം കണ്ടുകൊണ്ട് ഇബ്ലീസ് പോലും തോറ്റുപോയി റബ്ബേ എന്ന് പറയുന്ന ദിവസമാണ് ഇന്ന് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഇബ്ലീസ് പോലും തോറ്റുപോവുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകളോ സന്തോഷം കൊണ്ട്, പടച്ചറപ്പോ അഭിമാനം കൊണ്ട് മലക്കുകളെ നോക്കൂ, നിങ്ങളല്ലേ മനുഷ്യരെ പടയ്ക്കാൻ ഞാൻ വേണ്ടി പോകുമ്പോ അവര് കുഴപ്പക്കാരാണെന്ന് പറഞ്ഞത് ശരിയാണ്. മലക്കുകളെ അവര് കുഴപ്പം ചെയ്തവരാണെങ്കിൽ ആ കുഴപ്പങ്ങളെല്ലാം കൽപ്പിൽ തട്ടിയിട്ട് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഈ ചിത്രം നോക്കൂ മലക്കുകളെ എന്ന് പറഞ്ഞുകൊണ്ട് സർവാധിനാഥനായ റബ്ബ് അഭിമാനം കൊള്ളുകയാണ്. മുത്തുമൂമിനീകളെ ജീവിതത്തിൽ മരിക്കും മുമ്പ് പരിശുദ്ധമായ മണ്ണിലെത്തിയിട്ട് മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ ഔദാര്യമായി തരണേ നാഥാ. ഞങ്ങൾ കൽബ് തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായി ആമുഖമായി ആ മണ്ണ് നിൽക്കുന്ന ഹജ്ജാജിമാർക്കുള്ള പൊട്ടല്, അവർക്കുള്ള കരച്ചിലുകൾ, അവർക്കുള്ള വിതുമ്പലുകൾ നീ സ്വീകരിക്കണേ റബ്ബേ. അവരെ നീ കഴുകി വൃത്തിയാക്കണേ റബ്ബേ. മക്കളെ പോലെ പ്രസവിക്കപ്പെട്ട കുട്ടികളെ പോലെ യാത്രയാക്കണേ റബ്ബേ. ഹജ്ജ് നീ മബ്റൂറാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ്ഗക്കാരായി യാത്രയാക്കണേ റബ്ബേ. അതിന്റെ മധുരം മരണം വരെ ജീവിതത്തിൽ നിലനിർത്താനുള്ള ഭാഗ്യം നൽകണം റബ്ബേ. എല്ലാവർക്കുള്ള ഹജ്ജും നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മജ്‌ലിസുമായി ബന്ധപ്പെട്ട ആളുകൾ മരിപ്പോയവരുണ്ട്. പ്രത്യേകമായി നീ അവർക്ക് സംരക്ഷണവും സ്വീകരണങ്ങളും കൊടുക്കണം റബ്ബേ. പടച്ചവനെ ഞങ്ങൾക്ക് അവിടെ എത്താനുള്ള ഭാഗ്യം നൽകണം റബ്ബേ. തിക്കിലും തിരക്കിലും പെടുത്തല്ലേ റബ്ബേ. അപകടത്തിലും മുസീബത്തിലും രോഗത്തിലും ആക്കല്ലേ റബ്ബേ. എല്ലാം സന്തോഷത്തോടെ റാഹത്തോടെ ആരോഗ്യത്തോടെ നിർവഹിക്കാൻ വേണ്ടി സൗഭാഗ്യം നൽകണേ റബ്ബേ. അവർക്കുള്ള പ്രാർത്ഥനകൾ സാധുക്കളായി ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ബിഫളിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അറഫ എന്തെയാ മണ്ണിന്റെ പ്രാധാന്യം? അത് നാമകമായിട്ട് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അവിടെ വെച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ നമ്മുടെ ഉപ്പയും ഉമ്മയും രണ്ട് വഴി സഞ്ചരിച്ചല്ലോ. അവര് കണ്ടുമുട്ടിയത് ആ മണ്ണിൽ നിന്നുകൊണ്ടാണ്. അറഫ തിരിച്ചറിഞ്ഞത് മണ്ണാണ്. ആ മണ്ണ്, ആ ഒരു മണ്ണിന് കണ്ടൊരു പ്രത്യേകതയുണ്ട്. മറ്റൊരു പ്രത്യേകത, നമ്മളൊക്കെ ദുനിയാവിൽ ജനിക്കും മുമ്പ് നമ്മുടെ റൂഹുകളെ, ആത്മാക്കളെ അല്ലാഹു പടച്ചല്ലോ. ഈ ആത്മാക്കളെ മുഴുവനും അല്ലാഹു ഒരു സ്ഥലം സമ്മേളിപ്പിച്ചല്ലോ. ആ സമ്മേളിപ്പിച്ച സ്ഥലമാണ് പരിശുദ്ധമായ അറഫ. തിരിച്ചറിവ്, ആത്മാക്കൾ പരസ്പരം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ ചില ആളുകളുമായിട്ട് ബന്ധപ്പെടാനും ബന്ധം സ്ഥാപിക്കുവാനും, അത് സൗഹൃദ ബന്ധമാവട്ടെ, അത് ഏത് ബന്ധമാവട്ടെ, അങ്ങനെ ഒരു ആകർഷണീയമായ ബന്ധം നമുക്കിടയിൽ വെച്ചത് അത് അവിടെ ആത്മാക്കൾക്കുള്ള ലോകത്ത് നമുക്കൊരു തിരിച്ചറിവുണ്ടായി അവിടെ ബന്ധപ്പെട്ടത് കൊണ്ടാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്.
മനസ്സിലാക്കി വെച്ചോളൂ. ചില ആളുകൾ നമ്മോടടുക്കുന്നു, നമ്മോടടുക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം മുത്തനബിയോട് ചോദിച്ചില്ലേ അലിക്ക് മറുപടിയായിട്ട് പറഞ്ഞു കൊടുത്തത് അത് ആലമുൽ അർവാഹിൽ നിന്ന് രണ്ടാളുകളും പരസ്പരം പരിചയപ്പെട്ട് കാണില്ല. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ അടുക്കാൻ കാരണം അവിടെ അടുത്തത് കൊണ്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ തിരിച്ചറിവിന്റെ മണ്ണാണ് അറഫ. പൂർവികന്മാർക്ക് അതല്ലേ ഉണ്ടായത്. നമ്മുടെ ഉമ്മമാര് നിങ്ങളെപ്പോലെ അറിവുണ്ടായിരുന്നോ? ഇല്ല. നിങ്ങളെപ്പോലെ കഴിവുണ്ടായിരുന്നോ? ഇല്ല. നിങ്ങളെപ്പോലെ ക്ലാസ് എടുക്കാനോ ഖുർആൻ ഓതാനോ അർത്ഥം പറയാനോ ആശയം പറയാനോ അവർക്ക് അറിവുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ നമ്മളെക്കാൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ ഐശ്വര്യത്തോടെ ഉപ്പയും ഉമ്മയും പിന്നാലെ മക്കളും ഒരു കുളിരിന്റെ അകത്ത് 4 തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങ കൊണ്ടോ 4 വാഴ വെച്ചുകൊണ്ട് കിട്ടുന്ന കായ് കൊണ്ടോ അവർ ജീവിച്ചു എങ്കിൽ അത് തിരിച്ചറിവ് എന്നൊരു അമൂല്യമായ അറിവുണ്ടല്ലോ. അത് അവർക്കുള്ളത് കൊണ്ടാണ് പെണ്ണുമക്കളെ. അവർക്ക് അറിവില്ല, പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? തിരിച്ചറിവുണ്ടായിരുന്നു. എന്റെ ഭർത്താവാണ്, ഇത് എന്റെ ഉമ്മയാണ്, ഇത് എന്റെ ഉപ്പയാണ്, ഇത് ബാങ്കിന്റെ ശബ്ദമാണ്, ഇത് ആലിമാണ്, ഇത് ഇൽമിന്റെ അഹ്ലുകാരാണ്, ഇത് ഇൽമിന്റെ മജ്ലിസാണ്, ഇത് ഖുർആനാണ്, ഇത് ഇൽമിന്റെ കിതാബാണ്. ഓരോന്നിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതാതിന്റെ സ്ഥാനങ്ങളും മഹത്വങ്ങളും മഹരിതകളും മനസ്സിലാക്കിയിട്ട് ആദരിക്കാൻ, ബഹുമാനിക്കാൻ, കടപ്പാടുകൾ തീർക്കാൻ, കടമകൾ നിർവഹിക്കാൻ, ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. ഇന്നോ അറിവുകളുണ്ട്, ബന്ധങ്ങളെ കുറിച്ചുകൊണ്ട് വലിയ അറിവുണ്ട്, പക്ഷേ തിരിച്ചറിയില്ലാത്തത് കൊണ്ട് ബന്ധങ്ങളെല്ലാം ശിഥിലമായി, ബന്ധങ്ങളെല്ലാം അഴിഞ്ഞ് നാശമായി, ബന്ധങ്ങളെല്ലാം പൊട്ടി പിളർന്നുപോയി, ബന്ധങ്ങളെല്ലാം കഷ്ടങ്ങളായി നുറുങ്ങുകളായി. അല്ലാഹു നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. എല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ തിരിച്ചറിവിന്റെ മണ്ണാണ് അറഫ മണ്ണ്. അതുകൊണ്ട് ഹറമിൽ നിന്ന് പുറത്തേക്ക് വിടുക, തിരിച്ചറിവുണ്ടാക്കിയിട്ട് വാടാ മോനെ. അതാണ് ഹജ്ജിന്റെ കാതൽ, ഹജ്ജിന്റെ കാമ്പ്, അതാണ് ഹജ്ജിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ മക്ക നാട് വിട്. അറഫ മണ്ണ് പറഞ്ഞാൽ മക്കയിലല്ല, അത് മക്കയ്ക്ക് പുറത്ത് പരിശുദ്ധമായ മക്കയിൽ ചെവച്ചുകൊണ്ടാണ് നമ്മൾ പോയത്. മക്കയായിരുന്നു ലക്ഷ്യം. ആദ്യത്തെ ഭവനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജാജിമാര് പോയത്. അവിടെ ചെന്നപ്പോൾ പറയാണ്, മക്ക വിട്ടുകൊണ്ട് നിങ്ങൾ പോകണം, ഒരു പാഠം പഠിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. എവിടേക്കാ പോകേണ്ടത്? മക്കയുടെ പുറത്തേക്ക്. ആ പുറത്തേത സ്ഥലം അറഫ. അർത്ഥം തിരിച്ചറിവിന്റെ മണ്ണിൽ പോയിട്ട് ഒരുപാട് തിരിച്ചറിവുകളോടുകൂടെ ഇനി മക്കയിലേക്ക് തിരിച്ചു വരും. പടച്ചറപ്പിന്റെ കൽപ്പന, അതിന്റെ പേരാണ് ഹജ്ജ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാം ചിന്തിച്ചു നോക്കൂ, അതിന്റെ പേരാണ് ഹജ്ജ്. അല്ലാതെ കൂടെ ഹജ്ജിനെ പോലെ പോയാൽ തിരിച്ചറിവുണ്ടാവില്ല. അങ്ങനെയാണല്ലോ ഇപ്പൊ ഏകദേശമൊക്കെ തിരിച്ചറിവോടുകൂടെ. അല്ലാഹു നമുക്കൊരു തിരിച്ചറിവ് നൽകുമാറാകട്ടെ. ഞാൻ ഇനി അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കുക. അറഫ മണ്ണിൽ നിൽക്കുന്ന ഹജ്ജാജിമാർ എന്താണ് അവർക്ക് ഉണ്ടാവാൻ തിരിച്ചറിവ്? പടച്ചവരെ, ഏതാണ് ഈ സ്ഥലം, ഏതാണ് ഈ സമയം, ഈ കാണുന്ന ജനലക്ഷങ്ങളെ ആരാണ് വിളിച്ചു വരുത്തിയത്? എന്തിനാണ് ഇവരൊക്കെ ഇവിടെ പറഞ്ഞത്? ഈ രംഗം ഞങ്ങൾക്ക് നൽകുന്ന പാഠം എന്താണ്? തീർച്ചയായിട്ടും ഇത് ജീവിതമല്ല, കേവലം 2 കഷ്ണം തുണി മാത്രമാണ്. എൻ്റെ നാടും വീടും കുടുംബങ്ങളും വിട്ടുകൊണ്ട് ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വെറും 2 കണ്ടം തുണി മാത്രം. ഒന്നും കൂടെ ഉണ്ടായാൽ 3 കഷ്ടം തുണി. 3 കഷ്ടം തുണി ഇവിടെയില്ല, പാടില്ല. മരിച്ചു പോകുമ്പോൾ 3, ഇപ്പോൾ 2. ഈ 2 കണ്ടം തുണിയുമായിട്ട് മഹശറ മുറ്റം ഓർമ്മിക്കുന്ന ഈ ഒരു മണ്ണിൽ ഞാൻ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു യഥാർത്ഥ ജീവിതം ഉണ്ട്, ഒരു മഹശറ ഉണ്ട്. അവിടെ ഞാൻ ഇതുപോലെ നിൽക്കേണ്ടതുണ്ട്.
അവിടെ എന്റെ റബ്ബിന്റെ ഹിസാബിന് ഞാൻ വിധേയനാകേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് തിരിച്ചറിവ് കണ്ടവൻ ഉണ്ടാകുമ്പോൾ അവൻ എല്ലാം മറന്നുകൊണ്ട് മാലിന്യങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് നല്ല ശുദ്ധമായ മനസ്സോടുകൂടെ പരിശുദ്ധമായ മിനവടിക്ക് മക്കയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. നിങ്ങൾ നോക്കൂ, അങ്ങ് പരിശുദ്ധമായ അറഫ, അങ്ങ് അറഫയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ 10,000-ലേറെ അനുയായികളെ കൂട്ടിക്കൊണ്ടുവന്ന അവസാനമായി ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് എന്ന ഒരു ഹജ്ജല്ലേ ചെയ്തത്. ആ ഹജ്ജിന്റെ പ്രസംഗം വിടവാങ്ങൽ പ്രസംഗമായിരുന്നു. അവിടെ മലയുടെ മുകളിൽ കയറി. ആ മലയുടെ പേരാണ് ജബലുർ റഹ്മ. ജബലുർ റഹ്മ. അങ്ങ് ജബലുർ റഹ്മയിൽ കയറി നിന്നുകൊണ്ട് നടത്തിയ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ മനസ്സുകളെ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നു. ഒറ്റ കാര്യം പറഞ്ഞത്, മനസ്സുകളെ മാലിന്യത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. ഒരാളുടെ മനസ്സുകളെ മാറ്റി നോക്കി പരിശോധിക്കേണ്ട കേട്ടോ. പെണ്ണ് കെട്ടാൻ നെയ്യത്താക്കിക്കൊണ്ട് ഒരാൾ കെലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നാലും അവൻ നിങ്ങൾ മുസ്ലിമായിട്ട് കാണണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ഒരാളൊരു കാഫിറായ മനുഷ്യൻ നല്ലൊരു പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് പൊന്നാനെ പോയിട്ട് കെലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ അവനെ കുറ്റം പറയാൻ പാടില്ല. അവൻ കെലിമ ചൊല്ലിയില്ലേ മതി, അവൻ മുസ്ലിമാണ്. മരിച്ചാൽ കുളിപ്പിക്കണം, നിസ്കരിക്കണം, പള്ളിപ്പറമ്പിൽ മറമാടണം. ഇസ്ലാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാളിന്റെ മൂർച്ച കണ്ടുകൊണ്ട് ആ ഒരു മതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരു കാഫിറായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലാൻ പാടില്ല എന്ന ഹബീബായ റസൂലുള്ളാഹ്. എന്തിന് ഞാൻ പറഞ്ഞു, ഒരാളുടെയും മനസ്സറിയാൻ നമുക്കാർക്കും സാധ്യമല്ല. ഇത് പഠിപ്പിക്കുകയായിരുന്നു പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് ഓരോ മനുഷ്യന്റെ മനസ്സിനെയും നന്നാക്കണേ. അതാ നിങ്ങളുടെ ജീവിത വിജയമെന്നായിരുന്നു അവസാന പ്രസംഗത്തിന്റെ യഥാർത്ഥ എസൻസ്. അതായിരുന്നുവെങ്കിൽ ആ പ്രസംഗം കഴിഞ്ഞിട്ട് ആ അറഫ മണ്ണിൽ ഒരുപാട് ദുആ ചെയ്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഏറ്റവും ഹൈറായ ദുആ അറഫാ ദിവസത്തിന്റെ ദുആയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഏതാണ് അറഫാ ദിവസം? അത് ഹജ്ജ് മാസം 9-നാണ്. നമുക്കെന്നാണ് 9? അന്നെ. അമേരിക്കക്കാരെന്നാണ് 9? അന്നെ. യൂറോപ്പിലെന്നാണ് 9? അന്നെ. എവിടെയും ആളുകളുണ്ട്, മുസ്ലിമീങ്ങളുണ്ടോ, അവിടെ എന്നാണ് അവർക്ക് ഹജ്ജ് 9 കിട്ടുന്നത്, അന്നാണ് അവർക്ക് അറഫ. ശരി, തിരിച്ചു വരും. ആ അറഫ ഹജ്ജാജിമാർക്ക് ഇന്ന് ആ ഹജ്ജാജിമാർ അതിന്റെ ആ അറഫയിൽ അത് നിൽക്കുന്ന രംഗം നമ്മൾ തിരിച്ചു വരും. അറഫ മണ്ണിലേക്ക് എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ദിക്റുണ്ട്. എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുണ്ട്. ഏതാണ് ആ ദിക്ർ എന്നറിയോ? അന ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബലി. മുസ്തഫ നബി പറയാ, ഞാനും എന്റെ പൂർവികന്മാരായ പ്രവാചകന്മാരൊക്കെ ചൊല്ലിയ ദിക്റിലെ ഏറ്റവും ഹൈറായ ദിക്ർ ഞാൻ ഈ അറഫയിൽ വെച്ചുകൊണ്ട് ചെല്ലുന്നു. നിങ്ങളൊക്കെ ഏറ്റു ചൊല്ലിക്കോ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. يحيي ويميت വേണ്ട, അത് സുബൈക്കും മഗ്രിബിക്കും മതി. അതില്ലാത്ത ദിക്റാകുന്നു ഇത്. എല്ലാ നബിമാരും ചൊല്ലിയ ദിക്ർ എന്ന് പറയുമ്പോ അതിന്റെ ഒരു പ്രാധാന്യം ചെറുതല്ല മക്കളെ, വലുതാണ്.
അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവനൊരു കൂട്ടുകാരമില്ല, അവൻ ഏകനാണ്. അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ സകലമായ സംഗതികളിലും അവൻ ഏകനാണ്. അവനാണ് പരമാധികാരം. നിന്റെ രോഗം മാറ്റാ, നിനക്ക് മക്കളെ തരാ, നിന്റെ ആവശ്യങ്ങൾ വീട്ടാ, നിന്റെ കടങ്ങൾ മാറ്റാ, നിന്റെ കഷ്ടപ്പാടുകൾ തീർക്കാൻ അവന് മാത്രമേ അധികാരമുള്ളൂ, അവന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. സർവസ്തുതികളുടെയും അവകാശിയും അവൻ മാത്രമാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്തിനാണ് അവരെ കഴിവില്ലാത്തത്? മത്സ്യവയറ്റിൽ 40 ദിവസം ഒരു പ്രവാചകനെ പൂറ്റി വളർത്തിയിട്ട് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ലേ അവന്? യൂസുഫ് നബിയെ ആ പാമ്പുകളും കേടുകളുമുള്ള കിണറിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലേ അവന്? ഈ ഭണ്ഡാരത്തിൽ രക്ഷപ്പെടുത്താൻ ഇബ്രാഹിം നബിക്ക് അല്ലാഹു കഴിവ് കൊടുത്തില്ലേ? അല്ലാഹു തആല അസ്ഹാബുൽ കഹ്ഫിനെ 300 ചില്ലാനം കൊല്ലം മണ്ണിൽ കിടത്തി ഉറക്കിയിട്ട് രക്ഷപ്പെടുത്തിയില്ലേ അല്ലാഹു തആല? അയ്യൂബ് നബിയെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് മാറ്റി കൊടുത്തില്ലേ റബ്ബ്? യാക്കൂബ് നബിയുടെ കണ്ണിന്റെ ശിഫ ആ ഒരു വസ്ത്രത്തിന്റെ മണം കൊണ്ടിട്ട് കിട്ടിപ്പോയില്ലേ? ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നാൽ എന്തിനാണ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അറഫാ മണ്ണിൽ അറഫാ ദിവസം നമ്മളോട് ചിന്തിക്കണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ 10 അവസാനം. ഇബ്രാഹിമിയ സ്വലാത്തു ഹബീബ് റസൂലുള്ളാഹ് അറഫായുടെ മണ്ണിൽ ചൊല്ലി, സഹാബാക്കളുടെ ചൊല്ലി, നമുക്കും അത് ചൊല്ലാം, നമുക്കും ചൊല്ലണം ഇൻഷാ അല്ലാഹ്. ഹജ്ജാജിമാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അങ്ങനെ അറഫയിൽ നിന്ന് അവരുടെ മനസ്സിനെയും കടിയെയും ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു വെള്ള വസ്ത്രം പോലെ അലക്കി തെളിച്ചൊരു വെള്ള വസ്ത്രം പോലെ പിഞ്ചോമന മക്കളെ പോലെ അറഫയിൽ നിന്ന് തിരിച്ചറിവോടുകൂടെ ഒഴുകി വരികയാണ് മുസ്ദലിഫ വഴിക്ക്. കല്ലും പെറുക്കിയിട്ട് മിനയിലേക്ക് വരും എന്ന് അവര് കഴിഞ്ഞാൽ അവർ മുസ്ദലിഫയിലെത്തും. അവിടെ കല്ല് പെറുക്കിയിട്ട് നാളെ സുബഹിന്റെ സമയത്ത് അവര് മിനയിലേക്ക് അവരെത്തും. നാളെ മിനയിലേക്ക് അവരെത്തും. അപ്പോൾ നമുക്ക് അറഫയാണ്. ഇവരോട് കൂറുകൂടാൻ ഇവിടെ എത്താത്ത മുഅ്മിനീങ്ങളെ ഒരു കാര്യം നിങ്ങൾ ചെയ്യൂ എന്ന് ഹബീബായ റസൂലുള്ളാഹ്. എന്താണെന്നറിയുമോ? അറഫ ഹജ്ജാജിമാരെ ഒഴികെ ലോകത്തുള്ള മുസ്ലിമേ ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ അറഫ നാൾ. അതുകൊണ്ട് അവരോടൊപ്പം നിങ്ങൾക്കും പങ്കുകൊള്ളാൻ നിങ്ങൾ ഹജ്ജ് മാസം 9 എവിടെയാണോ അവിടെ വെച്ചുകൊണ്ട് അറഫാല നോമ്പ് എടുക്കണം എന്ന് ഹബീബ് റസൂലുള്ളാഹ്. വിശുദ്ധ റമളാൻ നോമ്പ് കഴിഞ്ഞാൽ പഠിച്ചോളൂ. വിശുദ്ധ റമളാൻ നോമ്പ് കഴിഞ്ഞാൽ നിങ്ങളെ ഭർത്താക്കന്മാരോട് പറഞ്ഞു കൊടുത്തോളൂ. വിശുദ്ധ റമളാൻ നോമ്പ് കഴിഞ്ഞാൽ ഒരു വർഷത്തിലെ സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശറഫാക്കപ്പെട്ട നോമ്പ്, പ്രതിഫലം കിട്ടുന്ന നോമ്പ്, അത് ഒരേ ഒരു നോമ്പാണ്. അത് അറഫയുടെ നോമ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ. കൊല്ലം അവസാനിക്കാൻ പോവല്ലേ, ദിൽഹജ്ജ് മാസമല്ലേ ഇത്, നമ്മുടെ ഹിജറ വർഷം അവസാനിക്കാൻ പോകല്ലേ. അപ്പോൾ അവസാനത്തിലാണ് നോമ്പ് വന്നത്. നോമ്പ് മുഹറം തുടങ്ങാൻ പോകല്ലേ, പുതിയ വർഷത്തിലേക്ക് അടുത്ത് വെക്കാൻ പോകല്ലേ. എങ്കിൽ മുസ്തഫ നബി തങ്ങൾ പറയുന്നത് കേട്ടോ, അറഫയുടെ നോമ്പ് നീ എടുത്താൽ അത് ലോട്ടറിയാണ് പെണ്ണെ, അത് ലോട്ടറി അടിച്ചു എന്ന് ഉറപ്പാണ്. ഈ ലോട്ടറി കിട്ടുമെന്ന പ്രതീക്ഷയല്ല, ഉറപ്പാണ്. എന്താണ് ഉറപ്പ്? ഈ വർഷമുണ്ടല്ലോ, ഈ ഹിജറ വർഷത്തിൽ ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളും നീ തൗബ ചെയ്യാതെ പൊറുക്കപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹ്. എങ്ങനെ? ഈ കൊല്ലത്തെ ചെറുദോഷങ്ങൾ നീ
തോബെന്നും പറയണ്ട, ഇസ്തിഗ്ഫാർ എന്നും പറയണ്ട. ഈ നോമ്പിന്റെ ഒറ്റക്കാരണം കൊണ്ട് നിന്റെ സകലമായ ചെറുദോഷങ്ങളെയും അല്ലാഹു നിനക്ക് പൊറുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹ്. വരാൻ പോകുന്ന കൊല്ലം, ആ വരാൻ പോകുന്ന കൊല്ലത്തിലുള്ള പാപങ്ങളും പൊറുത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോഴാ ഇമാമിങ്ങൾ അവിടെ ചർച്ചയാക്കുന്നത് വരും കൊല്ലം അവൻ ജീവിക്കുമെന്ന് ഉറപ്പുണ്ടോ? എങ്കിൽ ഹബീബിന്റെ വാക്കല്ലേ, എങ്കിൽ പൊന്നു മോനെ അടുത്ത കൊല്ലം നിനക്കൊരു ഗ്യാരണ്ടി അറഫാ നോമ്പിലൂടെ കിട്ടുന്നതാണ്. എന്തൊരു ഭാഗ്യമാണ് മുഅ്മിനീങ്ങളെ. വരുന്ന കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കുക എന്ന് പറയുമ്പോ ഒരു കൊല്ലത്തൊരു ഗ്യാരണ്ടി പോലും നിനക്ക് തരികയാ അറഫാ നോമ്പിലൂടെ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ നിയ്യത്ത് ചെയ്യുമ്പോ കൽബിൽ തട്ടണേ, ലാഘവത്തോടാകണ്ട, കണ്ണുകൾ നിറയണേ, കൽബൊന്ന് പിടയണേ. റബ്ബേ, 2 കൊല്ലത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന അറഫാ നോമ്പാണ് ഞാൻ നിയ്യത്ത് വയ്ക്കാൻ പോകുന്നത്. അത് എനിക്ക് തരണേ റബ്ബേ. 2 കൊല്ലത്തെ പാപങ്ങൾ പൊറുപ്പിക്കണേ റബ്ബേ, പൊറുക്കണേ റബ്ബേ. ആ നോമ്പിൽ, നാളത്തെ നോമ്പിൽ മാലിന്യം കലരാൻ പാടില്ല, ഒരു കറുപ്പും വീഴാൻ പാടില്ല, ഒരു പുള്ളിയും വീഴാൻ പാടില്ല, ഒരു ദൈവത്തും പ്രദൂഷണങ്ങളും പെടാൻ പാടില്ല. അത്രയും പരിശുദ്ധമാക്കപ്പെട്ട അറഫയുടെ നോമ്പാണ് നാളെ നമ്മൾ എടുക്കാൻ പോകുന്നത്. അല്ലാഹു നമ്മൾ ആഗ്രഹിച്ച പോലെ, ആശിച്ച പോലെ അല്ലാഹു നമ്മളെല്ലാം ചെയ്തല്ലേ, നമ്മുടെ ഈ ആഗ്രഹം പോലെ 2 കൊല്ലത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ അറഫാ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതെടുക്കാൻ നമുക്ക് എല്ലാവർക്കും പടച്ചവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കാര്യാതെ കണ്ണുങ്ങൾ ഉണ്ടാകൂലേ, അവർക്കും അല്ലാഹു പറയാൻ പഠിച്ചോനെ ഞാൻ ഹൈദുലാരിയാണെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല, പ്രതിഫലം നിനക്ക് തരണം പഠിച്ചോനെ. അവളും ഭാഗ്യവതിയല്ലേ, അതുകൊണ്ട് തിരിച്ചു വരും. ഒരു 3 സ്വലാത്ത് പറയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഈ നോമ്പിലേക്ക് പവർ കൂട്ടുകയാണ്. നാളത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈമാനികമായ മാധുര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലണം. വിശ്വാസികൾ ആരാധനകൾ വിചാരിച്ചത് 2 തരം വിശ്വാസികളെ പറയാനുണ്ട്. അത് ഞാൻ പറയും കേട്ടോ, ഇൻഷാ അല്ലാഹ് ഇരിക്കട്ടെ. ആ 2 തരം വിശ്വാസികളുടെ അവസ്ഥ പറയാനുണ്ട്, ആ മാറ്റി വെക്കുകയാണ്. അതുകൊണ്ട് മധുരമുള്ള മനസ്സുകൊണ്ട് നമ്മൾ ചൊല്ലുക. ആ നാളെ തുടങ്ങുന്ന ആ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ, പെരുന്നാളിന്റെ അന്ന് തിങ്കളാഴ്ച, ചൊവ്വ, ബുധൻ, വ്യാഴം, ആ വ്യാഴത്തെ അസ്ർ നിസ്കാരം വരെ തുടരെയുള്ള തക്ബീറാണ്. അറഫാ നോമ്പിന് പവർ കൂട്ടുന്ന, മാറ്റു കൂട്ടുന്ന ആ തക്ബീർ മറന്നു പോകരുതേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അറഫ കഴിഞ്ഞ മക്കളെ, അറഫ കഴിഞ്ഞ മിനയിലെത്തി. നാളെ ഹജ്ജാജിമാർ മിനയിലെത്തി. പെരുന്നാളാണ് അവർക്ക്, അന്ന് പെരുന്നാൾ, നാളെ പെരുന്നാൾ. പക്ഷേ അവർക്ക് നല്ല ഡ്രസ്സൊന്നും ഇല്ലട്ടോ. അവരാകെ ചടി പിടിച്ച്, കൊടി പിടിച്ച് ആഘോഷത്തിന്റെ മനസ്സൊന്നല്ല അവരുടെ മനസ്സിൽ. പിന്നെ അവർക്കൊരു തിരിച്ചറിവുണ്ടായിട്ട് വരികയാണ് അറഫയിൽ നിന്ന്. അവിടെ എത്തിക്കുന്നത് നിങ്ങൾ മിനയിലാണ്, മിനയിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മിനയിൽ തിരിച്ചറിവ് കിട്ടിയവർക്ക് ഞങ്ങളെ ഇതുവരെ നശിപ്പിച്ചതും നാശമാക്കിയതൊക്കെ ശൈത്താനാണ്. ഞങ്ങൾ ഇവിടെ നാട്ടിയോടിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകും. അല്ലാഹുവിന്റെ കൽപ്പന അവിടെ നിൽക്കൂ. ആ പിശാചിനെ ആട്ടിയോടിക്കും. ഏത് പിശാച് പറയുമോ? ഒരു കുടുംബത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച പിശാച്. ഏത് കുടുംബം എന്നറിയുമോ? ദുനിയാവിലെ ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ട കുടുംബം. ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു. അതിന്
അതിന്റെ ആഘോഷമാണ് പെരുന്നാൾ, അതിന്റെ ആഘോഷമാണ് പെരുന്നാൾ. നമ്മുടെ മക്കൾ പരീക്ഷയിൽ പാസ്സായാൽ ആഘോഷിക്കാറില്ലേ? നമ്മുടെ പൊന്നാര മക്കൾക്ക് പരീക്ഷയിൽ അവർക്ക് ഫുൾ മാർക്ക് കിട്ടിയാൽ നമ്മൾ ആഘോഷിക്കാറില്ലേ? എങ്കിൽ പരീക്ഷയിലും പരീക്ഷണത്തിലും വിജയിച്ച ഒരു കുടുംബത്തിന്റെ സന്തോഷത്തിൽ ലോക മുസ്ലിമീങ്ങളെ നിങ്ങൾ ആഘോഷിക്കണം. ഏതാണ് ആ പരീക്ഷണം? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്തിരിക്കുന്ന പരീക്ഷണം. പുന്നാര മക്കളെ വീട്ടിൽ വലിച്ചു പറയുകയാണ്, നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കണം. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, എന്തിനാണ് പെരുന്നാൾ, എന്താണ് പെരുന്നാൾ എന്ന് പഠിക്കാനുള്ള പാഠം. ആ ഒരു പാഠം പഠിച്ചിട്ട് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. എന്റെ പൊന്നു പെങ്ങളെ നിങ്ങൾ ചിന്തിക്കണം, ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 7 പതിറ്റാണ്ട് കാലത്തിലേറെ പടച്ച റബ്ബിനോട് കണ്ണുയർപ്പിച്ചുകൊണ്ട് ചെയ്തില്ലേ ഒരു പുള്ളിക്കാര് കാണാൻ. 100-ആം വയസ്സിലോ 100 കഴിഞ്ഞിട്ടോ ഒരു കുട്ടിയെ പടച്ചവൻ കൊടുത്തില്ലേ? പ്രസവിച്ച ഉടൻ തന്നെ ആ പരീക്ഷണമായിരുന്നുവെങ്കിൽ അത്ര ഒരു ടെൻഷൻ ഉണ്ടാകില്ലായിരുന്നു അല്ലേ? പ്രസവിച്ച മക്കൾ മരിച്ചാൽ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. നിങ്ങൾ പറയും, ആണുങ്ങൾ നിങ്ങൾ പറയും, ഇല്ലാതെ പറയാൻ നല്ല ഉഷാറാണ്, പറ്റുന്നത് വരല്ലോ. എന്നാലും മറ്റേ ഉമ്മാക്ക് അത്ര വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. പക്ഷേ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങി തുള്ളിച്ചാണ് ഓടിച്ചാൽ നടക്കുമ്പോൾ ആ ഉമ്മയുടെ മടിയിലേക്ക് മാനിലേക്ക് ഓടി വന്നുകൊണ്ട് ആ ഉമ്മയുടെ നെഞ്ചിൽ കയറിയിരുന്ന് കുത്തി പറഞ്ഞുകൊണ്ട് ടെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ ഷുഗർ കൂടി കുറച്ച് ഡൗൺ ആയിട്ട് കിടക്കുന്ന ഉമ്മയുടെ മാറിൽ കിടന്നുകൊണ്ട് കളിക്കുമ്പോൾ പുന്നാര മകനോട് ഉമ്മാക്ക് ദേഷ്യമില്ല, സങ്കടങ്ങളില്ല, ഒരു വിഷമങ്ങളുമില്ല. എടാ കുസൃതിക്കാരാ, എടാ കുസൃതിക്കാരാ എന്ന് പറയുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഉമ്മ ചായ വേണം, കടി വേണം, അപ്പം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തടിക്കുമ്പോഴും മൂക്കി പിടിക്കുമ്പോഴും കാത് വലിക്കുമ്പോഴും ടെൻഷനില്ല. എന്തേ കാരണം എന്നറിയോ? നമ്മുടെ മുന്നാന മക്കൾ തുള്ളിച്ചാടി ഓടിച്ചാണ് നടക്കുന്ന ഒരു കളി കാണാൻ എന്തോ ഒരു കൗതുകമാണ്. അത് മാത്രമല്ല, ആ പ്രായത്തിന്റെ അപ്പുറം പക്വതയിൽ സംസാരിച്ചാലോ, ആ പ്രായത്തിനപ്പുറം പക്വതയിൽ സംസാരിച്ചാലോ ആ ഉമ്മ വാരി പിറന്നുകൊണ്ട് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റുചുംബനങ്ങൾ വെക്കൂലേ, നാട്ടുകാരോട് പറയൂലേ, കുടുംബക്കാരോട് പറയൂലേ. 4 വയസ്സുകാരൻ, 5 വയസ്സുകാരൻ, 6 വയസ്സുകാരൻ, 7 വയസ്സുകാരൻ, 15 വയസ്സുകാരൻ വർത്തമാനം പറയുമ്പോ, 20 വയസ്സുകാരൻ വർത്തമാനം പറയുമ്പോൾ സുബ്ഹാന റബ്ബി. എന്നാൽ പ്രായത്തിന്റെ അപ്പുറം പക്വത കാണിച്ച കുട്ടികളിൽ 1-ാം സ്ഥാനത്താണ് സയ്യിദുനാ ഇസ്മാഈൽ നബി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്റെ പുന്നാര മകളെ. ആ ഉപ്പനോട് പറഞ്ഞില്ലേ, പൊന്നു മകനെ നിന്റെ കഴുത്തറുക്കാൻ പടച്ച റബ്ബിന്റെ കൽപ്പനയുണ്ടെന്ന് പറഞ്ഞപ്പോ ആ പുന്നാര മകന്റെ മറുപടിയാണ് പ്രായത്തിന്റെ അപ്പുറം പക്വതയിലുള്ള വർത്തമാനം. എങ്കിൽ ആ ബാപ്പാക്ക മകനോട് സ്നേഹം കൂടുകയല്ലേ ചെയ്യാ, സന്തോഷം വർദ്ധിക്കല്ലേ ചെയ്യാ. ആ മകൻ പറയാണ്, യാ അബതി ഫഅൽ മാ തുമർ. പൊന്നുപ്പാ പൊന്നുപ്പാ, പടച്ചോനെന്താ ബാപ്പയോട് കൽപ്പിച്ചത് ചെയ്തേക്കണം ബാപ്പാ. എന്നിട്ട് പറയാ, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. നിങ്ങൾ കേൾക്കണം, ബാപ്പാ ബാപ്പ പേടിക്കേണ്ട. നാളെ ബാപ്പ മരിച്ചു വന്നാൽ ഇസ്മാഈലിന് വലിയ വലിയ മഹാന്മാര് കിടക്കുന്ന സ്വർഗത്തിൽ, വലിയ വലിയ അല്ലാഹുവിഷ്ടകനികളായ ആളുകൾ കിടക്കുന്ന ലോകത്തിൽ ഇൻഷാ അല്ലാഹ് പ്രയോഗം നിങ്ങൾ നോക്കണം. 7 വയസ്സുകാരൻ പറയാ, ഇൻഷാ അല്ലാഹ് പുന്നാര ബാപ്പ പേടിക്കണ്ട, ഈ പുന്നാര മകന് മഹാന്മാരുടെ കൂട്ടത്തിൽ ബാപ്പാക്ക് എന്നെ കാണാലോ, പിന്നെന്തിനാ ടെൻഷൻ? അറത്തോളൂ ബാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാപ്പായുടെ കയ്യും പിടിച്ചുകൊണ്ട് വിനയിലേക്ക്
പോകുന്ന രംഗം ഓർത്തു നോക്കൂ പെങ്ങളെ. കയ്യിൽ കത്തിയുണ്ട്, കയറുണ്ട്. ഈ പുന്നാര മകനക്ക് യാതൊരു പേടിയും ഇല്ല, കൂസലും ഇല്ല. ആ ബാപ്പയോടൊപ്പം സന്തോഷത്തോടെയാണ് പോകുന്നത്. അല്ലാഹു തആല വിവരിക്കാൻ കഴിയുന്നില്ല. പടച്ചവൻ ആ പറഞ്ഞ വാക്കുകളൊക്കെ തലയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് വിനയിലെത്തിയപ്പോൾ മക്കളയോട് ആ പൊന്നുമകൻ ബാപ്പയോട് പറയാണ്, പെണ്ണപ്പാ എന്ന് നല്ലപോലെ വൃത്തിയാക്കണേ ബാപ്പ. കത്തിക്ക് മൂച്ചയുണ്ടോ ബാപ്പ? ഇല്ലെങ്കിൽ മൂച്ചേൽപ്പിക്കണം ബാപ്പ. കമീസ് അടിച്ചു മാറ്റണം ബാപ്പ. അത് ദൂരെ വെക്കണം ബാപ്പ. അതിലൊരു തുള്ളി രക്തം ചേരാൻ പറയാനും പാടില്ല ബാപ്പ. ഈ കമീസ് എന്റെ ഉമ്മാക്ക് കൊടുക്കണം ബാപ്പ. എന്റെ ഉമ്മയോട് എന്റെ സലാം പറയണം ബാപ്പ. അപ്പ ഒരിക്കലും ഇടയ്ക്ക് വെച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകാൻ പാടില്ല ബാപ്പ. എന്റെ കവിള് മണ്ണിലേക്ക് ചേർത്ത് വെച്ചേക്കണം ബാപ്പ. എന്റെ അറക്കുന്ന സമയം എന്റെ മുഖത്ത് നോക്കല്ലേ ബാപ്പ. പെട്ടെന്ന് അറത്ത് തീർക്കണം ബാപ്പ. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം ബാപ്പ. റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇങ്ങനെ പക്വതയോട് സംസാരിക്കുന്നത് കുട്ടിയെ നമ്മളൊക്കെയാണെങ്കിൽ എന്താ ചെയ്യാ? വാരി പുണർന്നുകൊണ്ട് മതി വരുവോളം ചൂപിക്കൂടെ മക്കളെ. എന്നിട്ടും ആ ബാബ പിന്മാറിയില്ല. കാരണം അറിയട്ടെ, അതാ നമ്മൾ പഠിക്കേണ്ടത്. പെരുന്നാൾ അടിച്ചു പൊളിക്കാനല്ല, ആഘോഷിച്ച് മതിക്കാനല്ല, ചിരിച്ച് പൊളിക്കാനല്ല, ഹറാമിന്റെ കൂട്ടാട്ടങ്ങളും കൂട്ടരങ്ങൾ നടത്താനല്ല. പെരുന്നാൾ എന്തിനാണ് തിരിച്ചറിയണം മക്കളെ. അള്ളാഹു പറഞ്ഞില്ലേ ഖുർആനിൽ, ഈ സമയം പറയാൻ കഴിയാതെ പറയാൻ എങ്ങനെ കഴിയുന്നില്ല. മകൻ പരിപൂർണമായും എന്നനുസരിച്ച് കഴിഞ്ഞു. ആ ചെന്നിയിലേക്ക് ചേർത്തുകൊണ്ട് മണ്ണില്ലതാ ചേർത്തി വെച്ചു മകനെ. ഇനി അപ്പുറം മരിക്കുന്നില്ല. അല്ലാഹ് അറിഞ്ഞു വർണ്ണിക്കാൻ സാധ്യമല്ല. ഈ രംഗം കണ്ടപ്പോൾ പറയാണ്, കത്തികൊണ്ട് മുറിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ വിളിച്ചു, قد صدقت الرؤيا إنا كذلك نجزي المحسنين. എന്റെ കരാർ, ആ സ്വപ്നം സാക്ഷാത്കരിച്ച സാത്വികനാണ്, മുഹ്സിനാണ്. മുഹ്സിനീകൾക്ക് ഞാൻ നൽകുന്ന പ്രതിഫലം പകർത്തി ഞാൻ തരും. രണ്ടാളുകൾക്കുണ്ട്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇതുപോലൊരു പരീക്ഷണം ലോകത്തിൽ ഒരു നബിക്കോ നബി അല്ലാത്തവർക്കോ ഞാൻ കൊടുത്തിട്ടില്ല. പകരം ബലി കൊടുക്കാൻ നല്ലൊരു ആടുമായിട്ട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ എത്തി. ആ ആടിനെ പകരം അറുത്തു കൊടുത്തു. മൂന്നാളുകളും തക്ബീർ തുണികൾ മുടക്കിയിട്ട് വിനായുടെ മണ്ണിൽ ആടിനെ അറുത്തു കൊടുത്ത് മകനും അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിൽ വിജയിച്ച ആ ഉപ്പാക്കൊരു മകനെ കിട്ടി സന്തോഷം. ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അല്ലേ? ആലോചിച്ചു നോക്കൂ. എന്നാൽ ഈ ഒരു ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ, ഈ നിർവഹണം തടയാൻ, ഈ ഒരു ദൗത്യത്തിൽ നിന്ന് അവരെ മാറ്റാൻ പിശാച് കെണിഞ്ഞ് ശ്രമിച്ചു. പക്ഷേ പിശാച് പരാജയപ്പെട്ടത്. ആ കുടുംബത്തിലെ മെമ്പർമാർ എല്ലാവരും ഒന്നായിരുന്നു. ഉപ്പയും ഉമ്മയും മകനും ഒറ്റക്കെട്ടായിരുന്നു. ഒന്നും കൂടെ ഉമ്മമാരെ, ഉപ്പയും ഉമ്മയും മകനും ഒറ്റക്കെട്ടായിരുന്നു. അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നിരുന്നുവെങ്കിൽ ആ ദൗത്യ നിർവഹണത്തിന് മങ്ങൽ ഏൽക്കുമായിരുന്നു. അതാണ് ലോകത്തിലേക്കുള്ള പാഠം.
ഉമ്മയും ഉപ്പയും മക്കളും ഒറ്റക്കെട്ടായാൽ ഒരു പിശാചുകൾക്കും അവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. അമ്മമാരെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. ആനുകൂല്യങ്ങൾ എവിടെയാണോ കിട്ടുക അവിടെ അടിമയാവുക എന്നുള്ളത് എല്ലാവരും സ്വഭാവമാണ്. ഭർത്താവിൽ നിന്ന് കിട്ടുന്ന കാലത്ത് ഭർത്താവിന്റെ അടിമയായിട്ട് അവൾ ജീവിക്കും. ഭർത്താവ് പറഞ്ഞെല്ലാം അനുസരിക്കും, ഭർത്താവിനോടൊപ്പം ഉണ്ടാകും. മക്കൾ വളർന്ന് വലുതായിട്ട് 10 രൂപ കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയാൽ പിന്നീട് ഉമ്മ മക്കളോടൊപ്പം ചേരും. പിന്നെ ബാപ്പയെ അകറ്റും, മക്കളെ അടുപ്പിക്കും. ഇത് ലോകത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിവരമാണ്, ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾക്ക് വലിയ അപകടം ചെയ്യും. താൽക്കാലികമായ നാണയത്തുട്ടുകൾക്ക് വേണ്ടി ഉമ്മയും മക്കളും ഉണ്ടായിട്ട് ബാപ്പയെ ഒരിച്ച് നിങ്ങൾ അകറ്റിക്കഴിഞ്ഞാൽ ആ ബാപ്പയുടെ മനസ്സ് ഓരോ നിമിഷവും മന്ത്രിക്കുകയാണ്. ഓരോ നിമിഷം നിങ്ങളുടെ മനസ്സ് ഒരു നിമിഷം പോലും വേദനിക്കുന്നില്ല. ഒന്നും കൂടെ ഞാൻ പറയാം, ഒരു നിമിഷം പോലും നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നില്ല. ഉമ്മമാരെ, ഓരോ നിമിഷം ഓരോ സെക്കൻഡും നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഉപ്പയുടെ മനസ്സ് വേദനിക്കുകയാണ്. ആ ഉപ്പയുടെ മനസ്സ് സഞ്ചരിക്കുകയാണ്. അങ്കരം കഴിഞ്ഞിട്ട് അവിടെ മുതൽക്ക് ഇന്നുവരെ താൻ സഹിച്ച ത്യാഗങ്ങൾ, താൻ അധ്വാനിച്ച സമ്പത്തിന്റെ മൂല്യങ്ങൾ, താൻ കേട്ട അപരാധങ്ങൾ, താൻ സഹിച്ച പരീക്ഷണങ്ങൾ, താൻ ഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ എല്ലാം 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 എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയായിരുന്നല്ലോ റബ്ബേ. ഇപ്പോൾ അവസാനം ഈ കൃഷിയുടെ ഫലം അനുഭവിക്കേണ്ട സമയത്ത് ഇങ്ങനെ ആയല്ലോ റബ്ബേ. വയനാട്ടിൽ കണ്ടില്ലേ നിങ്ങൾ, കർഷകന്മാർ കൃഷികൾ ചെയ്തു, അതിന്റെ ഫലം കിട്ടാതെ വന്നപ്പോൾ ആത്മഹത്യകൾ ചെയ്തില്ലേ? കർഷക ആത്മഹത്യകൾ നിങ്ങൾ കേൾക്കാറില്ലേ? എന്ത് കാരണം? അതിന്റെ ഫലം വേണ്ടതുപോലെ കിട്ടാതെ വരുമ്പോ കർഷകന്മാർ ആത്മഹത്യയിലേക്ക് പോകുന്നു. എങ്കിൽ ഇവിടെയുള്ള ഉപ്പമാര് ആത്മഹത്യകൾ ചെയ്യാത്തത് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പല കുടുംബത്തിലും അതാണ് അവസ്ഥയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് നൊമ്പരങ്ങളില്ല, നിനക്ക് വേദനകളില്ല. ഉണ്ട് ഒരു ഗർഭം ചുമന്ന പ്രസവിച്ചൊരു വേദന, ശരിയാണ്. ബാക്കിയുള്ള വേദനകൾ മുഴുവനും ഗർഭഭാരത്തേക്കാൾ കുടുംബഭാരം സകരാത്തിന്റെ നേരത്തും ഒരു പുരുഷന്റെ നെറ്റിയിൽ നിന്നും ഒലിക്കുന്ന പുള്ളികളുണ്ടല്ലോ, അത് കുടുംബത്തെ ഓർത്തുകൊണ്ട് മാത്രമാണ് എന്ന് മഹാന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക. ഈ ഇരിക്കുന്ന സാധാരണക്കാർ നിങ്ങൾ വിചാരിക്കും അല്ലാഹ് ഉസ്താദുമാര് പ്രസംഗിക്കുന്നു, സ്റ്റേജ്മേറ്റ് ഉസ്താദുമാരുണ്ട്, അവരൊക്കെ വലിയ ആളുകളാണ്, ഞങ്ങൾ പാവങ്ങൾ, അറിയില്ല, ഞങ്ങൾ ജാഹിലാണ്. ശരിയാണ്. ഒരു സദസ്, ഇതുപോലുള്ള സദസ് സാമ്പത്തികമായി പറയട്ടെ, ഇത് തറഫയാണ്. ഒരു സദസ് സഹാബാക്കളുണ്ട്, മുസ്തഫ നബി തങ്ങൾ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. അപ്പൊ ഒരു കർഷകനായ മനുഷ്യൻ കടന്നു വന്നു. ഒരു കർഷകൻ കടന്നു വന്നപ്പോ സഹാബാക്കളൊക്കെ അയാൾക്ക് നേരെ നോട്ടം നോക്കി. ആ ശരീരഭാഷ മനസ്സിലാക്കി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് പറയുന്നു, ആ സഹാബി പറയാ, അതെ, ആ കർഷകൻ നിങ്ങൾ നോക്കിയിരുന്നല്ലോ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അയാൾ ആരിമല്ല, അയാൾ എന്റെ സദസ്സിൽ വരാറില്ല, അയാൾ എന്നെ ഇന്ന് പഠിച്ച ആളല്ല, പഠിക്കാൻ ഒരുങ്ങിയ ആളല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അയാൾ കർഷകനാണ്. അയാളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയുമോ? ഫർദ് കാര്യം നിങ്ങൾ പഠിക്കാൻ വന്നതുപോലെ ഫർദ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അയാൾ അധ്വാനിക്കുന്നത്. ഭാര്യയെയും മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു കുടുംബനാഥന് അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പണിയെടുക്കുന്ന യോദ്ധാവിന്റെ കൂലിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അതുകൊണ്ട് കഷ്ടപ്പെടുന്ന പണിക്കാരെ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാര്, അല്ലെങ്കിൽ മറ്റു ജോലിക്കാര്, നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പണിയെടുക്കുന്ന യോദ്ധാക്കൾക്കുള്ള പ്രതിഫലം വാങ്ങുന്നവരാണ്. ആരും മോശക്കാരൊന്നുമല്ല. എന്റെ പൊന്നവനെ പെങ്ങളെ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു ചെരുപ്പ് വാങ്ങിയാൽ ബാപ്പയറിയണം, ഒരു ഷർട്ട് വാങ്ങിയാൽ ബാപ്പയറിയണം, എന്തും ബാപ്പയറിയാത്ത ഒരു കാര്യം കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം ഒരിക്കലും പുഷ്പിക്കില്ല. നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് നരകത്തിന്റെ തീരുന്നു കൊണ്ടല്ലാതെ ജീവൻ പോകില്ല. അവിടെ എഴുതി വെച്ചോ.
അത് യാതൊരു സംശയമില്ല. മക്കള് വലുതായി മക്കളുടെ കയ്യിൽ 10 രൂപ കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയാൽ കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ ആ മക്കളെ മാത്രം ഓർത്ത് മക്കളുടെ വിഷയത്തിൽ മാത്രം ഇടപെട്ട് മക്കളെ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ വന്നാണ്. വല്ലാഹി സുമ്മ വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് തീ തിന്നിട്ടല്ലാതെ മരിക്കില്ല. അള്ളാഹു നമുക്ക് പൊറുക്കട്ടെ, നമ്മുടെ ഭർത്താക്കന്മാർക്ക് പുറത്തു കൊടുക്കട്ടെ, നമ്മുടെ കുടുംബ പദ്ധതി അള്ളാഹു തകർത്തുമാറാകട്ടെ. ഒരിക്കലും ഇങ്ങനത്തെ അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കും വരാതിരിക്കട്ടെ. ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ പെരുന്നാൾ ആഘോഷം ഒരു കുട്ടിയെ കിട്ടി തീർന്നോ? പെരുന്നാൾ ആഘോഷം പിറ്റേ ദിവസം മിന്നായി നിൽക്കണം, പിറ്റേ ദിവസം മിന്നായി നിൽക്കണം, വീണ്ടും വീണ്ടും എറിയണം, വീണ്ടും വീണ്ടും എറിയണം. 21 കല്ലുമായിട്ട് 3 ചമ്മടകളെ എറിയണം. അതിനുവേണ്ടി മാത്രമാണ് നിലയിൽ താമസിക്കുന്നത്. പരിശുദ്ധമായ കുടുംബത്തിൽ കയറി വന്ന ഇബ്ലീസിനെ, പരിശുദ്ധമായ കുടുംബത്തിൽ കയറി വന്ന ശൈത്താനെ ആ കുടുംബം എറിഞ്ഞാട്ടിയോടിച്ചെങ്കിൽ അതാണ് നിങ്ങളുടെ ഈ ജീവിതത്തിന്റെ ദൗത്യത്തിൽ ഏറ്റവും ചെയ്യാനുള്ള ദൗത്യം. അത് മാത്രമാണ്. കടന്നു വരുന്ന പിശാചുക്കൾ ആട്ടിയോടിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നീ ജയിച്ചു. അതാണ് ഹജ്ജ് മക്കളെ, അതാണ് ഹജ്ജ്. ഓക്കെ, ഓടിച്ചോ, ആട്ടി ഓടിച്ചോ, നിലയിൽ ആട്ടി ഓടിച്ചോ. ശരി, ഇനി ഇങ്ങോട്ട് വാ. അല്ലാഹു പറയാ, ഇനി ഇങ്ങോട്ട് വാ. നിലയിൽ നിന്ന് ആ ശൈത്താനൊക്കെ ആട്ടി ഓടിച്ചിട്ട് നല്ല തിരിച്ചറിവോട് കൂടെ ഇങ്ങോട്ട് വാ. എന്തിനു വേണ്ടി? ഹജ്ജിന്റെ മറ്റൊരു ഫർളായ തവാഫ് ചെയ്യാൻ, സഅയ് ചെയ്യാൻ ഇങ്ങോട്ട് വരൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു